പിഞ്ച് പൊന്നോമനകളാണ്, പെൺകുട്ടികളാണ്. അതായത് ഈ സ്ഫോടനത്തിന്റെ ഇരയാകുന്നത് ഒന്നും അറിയാത്ത, കരച്ചിൽ പോലും മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഇസ്രായേലിൽ നിന്നുള്ള ദൃശ്യങ്ങളും വരുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രത്യാക്രമണം, ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് 2000 കിലോമീറ്ററിലധികം ദൂരപരിധി സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. അത് ഇന്നലെ സ്ഥിരീകരിക്കുകയും IRGCയുടെ ജനറലായ ജാബർ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം ഞങ്ങൾ ഉപയോഗിച്ചത്, അതായത് അമേരിക്ക കണ്ടത് ഞങ്ങളുടെ സ്റ്റോക്ക് പൈലുള്ള, ഞങ്ങളുടെ പക്കലുള്ള കൈവശമുള്ള ആയുധങ്ങളാണെങ്കിൽ ഇനി ഈ നിമിഷം മുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ കാണാത്ത, അറിയാത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആയുധങ്ങളാണെന്ന മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇറാൻ കീഴടങ്ങില്ല എന്ന് ഉറപ്പാണ്. അമേരിക്ക പറയുന്നു ഏറ്റവും തിന്മയുള്ള നേതാവിനെ ഇല്ലാതാക്കി കഴിഞ്ഞു, ജനങ്ങളോട് സന്തോഷിക്കാൻ പറയുന്നു. ഭരണമാറ്റമാണ് അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ്? വീണ്ടും ഒരു ഏകാധിപത്യത്തിലേക്ക് ഇറാൻ പോകുമോ, അതോ ജനാധിപത്യത്തിലേക്ക് ഈ യുദ്ധം ഇറാനെ നയിക്കുമോ? അതറിയാനുള്ള കാത്തിരിപ്പിലാണ്. പകരക്കാരനായി ആര് വരും? എന്താണ് ഇറാനിൽ ഇനി സംഭവിക്കുക? ഇറാനിൽ മാത്രമല്ല, പശ്ചിമേഷ്യയിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ ദുബായിൽ 1 മണിക്കൂറിനുള്ളിൽ 3 സ്ഫോടനങ്ങളാണ് നടന്നിട്ടുള്ളത്. ദുബായിൽ വീണ്ടും ദുബായിൽ നിന്ന് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ദുബായിൽ 3 സ്ഫോടനങ്ങളാണ് 1 മണിക്കൂറിൽ നടന്നിരിക്കുന്നത്. ഇത് ജനവാസ മേഖലയിലാണ്, റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ. സുരേഷ്, ഇറാന്റെ പക്കൽ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ആയുധങ്ങളാണുള്ളത്, വെടിക്കോപ്പുകളാണുള്ളത്. അവർക്ക് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. അപ്പോൾ ജനവാസ മേഖല അല്ലെങ്കിൽ ദുബായിയുടെ, ഗൾഫ് രാജ്യങ്ങളുടെ അഭിമാന സ്തംഭങ്ങളായ കെട്ടിടങ്ങളാണോ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഈ ഘട്ടത്തിൽ? ഒരു ആശങ്ക തന്നെയാണ്. അത് പങ്കുവെക്കുന്ന വിധത്തിലാണ് UAEയുടെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒക്കെ പ്രതികരണം വരുന്നത്. ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിൽ ആളുകൾ താമസിക്കുന്നത്, ഉയരമുള്ള കെട്ടിടങ്ങളിലേക്ക് പോകുന്നത്, അത് പരമാവധി ഒഴിവാക്കുക ഈ ഘട്ടത്തിൽ എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം കെട്ടിടങ്ങളിലെ ബാൽക്കണികളിലോ ജനാലയോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലോ നിൽക്കരുതെന്നുള്ള നിർദ്ദേശം വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ കൃത്യമായും വലിയ കെട്ടിടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. മാത്രമല്ല, ദുബായിലെ തന്നെ ബുർജ് അൽ അറബിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണം ഇതിൻ്റെ നല്ലൊരു ഉദാഹരണം തന്നെയായിരുന്നു. മാത്രമല്ല, ഇറാന് വളരെ കൃത്യമായി തന്നെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിയുന്ന ആക്രമണ സംവിധാനങ്ങളുണ്ട്, അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് സൈനിക താവളമാണ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ അവിടെ മാത്രം കൃത്യമായി ആക്രമണം നടത്താൻ കഴിയുന്ന ശേഷി ഇറാനുണ്ട്. പക്ഷേ അതല്ല ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുബായിലെ വിമാനത്താവളത്തിലേക്ക് ആക്രമണം നടത്തുന്നു, അവിടെ 4 പേർക്ക് പരിക്കേൽക്കുന്നു. അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പല തവണ ആക്രമണം നടത്തുന്നു, 1 മരണം അവിടെ സംഭവിക്കുന്നു, 7 പേർക്ക് അവിടെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ആക്രമണം നടത്തുന്നു, അവിടെ 4 പേർക്ക് പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടാകുന്നു. ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നു ജനവാസ കേന്ദ്രത്തിൽ, അവിടെ 8 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബഹ്റൈനിലെ 3 ദുബായിൽ നിന്നുള്ള വിവരങ്ങളാണ് സുരേഷ് വെള്ളിമുറ്റം നൽകിക്കൊണ്ടിരിക്കുന്നത്.